നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ വിശ്വാസം വരുന്നില്ലേ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ നിന്റെ ഡാഡിയോട് ചോദിക്കേ. എന്നെ തോൽപ്പിക്കാൻ ഇന്ന് നിങ്ങൾ എന്റെ ഡാഡിയാണല്ലോ മുന്നിൽ നിർത്തുന്നത്. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. ഞാനും നിന്റെ ഡാഡിയൊക്കെ നിന്റെ ശത്രുക്കളാണെന്ന് നീ ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ പറയുന്നതിനെല്ലാം നീ എതിർത്തു. ഞങ്ങളെ നിന്റെ ശത്രുക്കളായി നീ സ്വയം പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ നിന്റെ നിഴലിനോട് തന്നെയാണ് നീ യുദ്ധം ചെയ്യുന്നത്. അർഹതയില്ലാത്തത് നിങ്ങൾ പിടിച്ചടക്കേ. എന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്കൊരു യോഗ്യതയില്ലായിരുന്നു. നിന്റെ ഡാഡിയെ പോലൊരാളുടെ വാക്കിന് ഞാൻ വില കൽപ്പിച്ചു. യോഗ്യത ആർക്കായിരുന്നുവെന്ന് അദ്ദേഹത്തിനറിയാം. അതും നീ നിന്റെ ഡാഡിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. സുധി എന്റെ പേഴ്സണൽ പേഷ്യന്റ് ആയിരുന്നു, അത് നിനക്കറിയാം. അതിന്റെ കാരണവും നിനക്കറിയാം. എന്നിട്ടും എന്നോടുള്ള വാശി തീർക്കാൻ നീ അവരോട് പണം വാങ്ങാൻ തീരുമാനിച്ചു. അവരുടെ അപേക്ഷകളൊന്നും നീ കേട്ടില്ല. നിന്റെ ഡാഡി സത്യം മനസ്സിലാക്കി. അവിടെയും അദ്ദേഹം നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചില്ല. പകരം നിന്റെ വാശി ജയിക്കട്ടെ എന്ന് കരുതി സ്വാമിയുടെ കയ്യിൽ പണം നൽകി അവിടെ അടയ്ക്കാൻ പറഞ്ഞു. എന്റെ വാക്കിന് നീ വില നൽകണ്ട. പക്ഷേ എന്റെ പ്രൊഫഷൻ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നടത്തുന്ന ചാരിറ്റി, അത് പാവങ്ങളായ രോഗികൾക്ക് കിട്ടുന്ന ആശ്വാസമാണ്. മേലിൽ അതിൽ തൊട്ട് കളിക്കാൻ നിൽക്കരുത്. ഇതുപോലെ തോൽക്കേണ്ടി വരും. എന്നെ തോൽപ്പിക്കാൻ ഡാഡിയും കൂട്ടു നിന്നു അല്ലേ? അല്ലെങ്കിലും അത് ഇന്നും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എനിക്ക് വേണ്ടിയല്ല, അയാൾക്ക് വേണ്ടിയാ ഡാഡി എന്നും നിന്നിട്ടുള്ളത്. നിനക്ക് തെറ്റി. ഞാൻ എന്നും ശരിയുടെ പക്ഷത്തേ നിന്നിട്ടുള്ളൂ. ശരിയുടെ പക്ഷോ? അതിന് ICUവിൽ കിടക്കുന്നത് ഡാഡിയുടെ ആരാ? എന്റെ ആരുമല്ല. പിന്നെ എന്തിനാ അയാൾക്ക് വേണ്ടി ഡാഡി പണം അടച്ചത്? നാണോ ഇല്ലേ ഡാഡിക്ക്? നീ ചെയ്ത ഒരു തെറ്റ് തിരുത്തുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്ത തെറ്റോ? എന്ത് തെറ്റ്? ആ ചെറുപ്പക്കാരന് ഈ അപകടം പറ്റാൻ കാരണം നീ ആയതുകൊണ്ട്. ആ തെറ്റ് തിരുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പണം അടച്ചത്. നിനക്ക് പണമല്ലേ ആവശ്യം? പണം കിട്ടിയില്ലെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ സർജറി നടത്തുകയില്ലെന്ന് നീ ഭീഷണിപ്പെടുത്തിയില്ലേ? ഒരാൾക്കൊരു തെറ്റ് പറ്റാം, അത് സ്വാഭാവികമാണ്. പക്ഷെ പറ്റിയ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് മനുഷ്യത്വം. ഞാൻ അന്വേഷിച്ചു. നിരഞ്ജൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതിന്റെ സത്യാവസ്ഥ എനിക്കറിയണമായിരുന്നു. നീയാണ് ആ അപകടത്തിന് കാരണമെന്ന് എനിക്ക് മനസ്സിലായി. ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാതായത് നീ കാരണമാണ്. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അതിന്റെ ശാപം കിട്ടാൻ പോകുന്നത് നിന്റെ മകൾക്കായിരിക്കും. അവളെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്തത്. ഡാഡി അറിഞ്ഞത് മുഴുവൻ തെറ്റാണ്. അപകടത്തിന് കാരണം ഡാഡിയുടെ മരുമകനാ. കേസ് വന്നാ അയാള് ജയിലിൽ പോവും. അക്ഷര, സ്റ്റോപ്പ് ഇറ്റ്. ഇനി നിന്റെ ഒരു എക്സ്പ്ലനേഷനും എനിക്ക് ആവശ്യമില്ല. പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡിസ്കഷൻസും ഇവിടെ അവസാനിക്കണം. ഇനി ഒരു രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടില്ല. ആ ചെറുപ്പക്കാരൻ സുഖമായി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് വരെ അയാളുടെ എല്ലാ ചെലവുകളും നമ്മുടെ ഹോസ്പിറ്റൽ ഏറ്റെടുക്കും. ദിസ് ഈസ് മൈ ഓർഡർ. മനസ്സിലായോ? സാറ് പറഞ്ഞൊന്നും അക്ഷരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. ഹലോ, എന്താ റോസ്മേരി?
ഓക്കെ, താൻ അവിടെ തന്നെ വേണം. ഞാനിപ്പോ വരാം. സർ, സുധിക്ക് ബോധം തെളിഞ്ഞു. ഓ, വെരി ഗുഡ്. ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ സർ? സുധേട്ടാ, അപ്പൊ തന്റെ സാറേ എന്റെ മാഡത്തിനെ തോൽപ്പിച്ചു. അതിന് താനും കൂട്ടുനിന്നു. ഞാൻ എന്ത് ചെയ്തു? താനല്ലേ പണം അടച്ചത്? ജയശങ്കർ സാറ് പറഞ്ഞു, ഞാനത് ചെയ്തു. അത്രേ ഉള്ളൂ. സൂക്ഷിച്ചു നടന്നോ? മാഡത്തെ മുന്നിലൊന്നും ചെന്ന് ചാടണ്ട. നിന്റെ മേഡം എന്നെ എന്ത് ചെയ്യും? വെടിവെച്ചോല്ലോ. നിന്നെയൊക്കെ അത് തന്നെ ചെയ്യണ്ടേ. ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഏതോ ഒരുത്തിയുടെ ഭർത്താവിന് വേണ്ടി ഇത്രയൊക്കെ പണം ചെലവാക്കാൻ ഇവർക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇത് ഭ്രാന്തല്ല അപ്പച്ചി. ഒരാളുടെ ഭ്രാന്തിന് ചികിത്സിക്കാനുള്ള പണാണെന്ന് കരുതിയാ മതി. ഒരു നഷ്ടപരിഹാരം, അത്രേ ഉള്ളൂ. അപ്പൊ താൻ പറഞ്ഞത് എന്റെ മാഡത്തിന് ഭ്രാന്താണെന്നാണോ? മാഡം വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താൻ പെട്ടിയും കിടക്കേക്കായിട്ട് റെഡി ആയിട്ടിരുന്നോ? ഓ, അങ്ങനെ ആവട്ടെ. അല്ലേലും നീയും അവന്റെ കൂടെ ചേർന്ന് എപ്പോഴും എന്റെ മോളെ തോപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്? സുധിമോളുടെ കാര്യങ്ങളൊക്കെ ദേവിക്ക് അറിയാലോ. അറിയാം ഡോക്ടർ. ഡോക്ടർ വിഷമിക്കണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ശ്രുതിമോളെ നോക്കിക്കോളാം. സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഞാനൊന്ന് റിലാക്സ്ഡ് ആയത്. ഇതുവരെ ടെൻഷനായിരുന്നു. ഹലോ അക്ഷര. എന്താ സുനിത? മാഡം ക്യാൻറ്റീനിലേക്ക് വന്ന ഒരു കാഴ്ച കാണാം. വളരെ മനോഹരമായ ഒരു കാഴ്ച. ഞാൻ ഇവിടെ നല്ല തിരക്കിലാണ്. ഇവിടെ മാഡത്തിന്റെ ഭർത്താവും വലിയ തിരക്കിലാ. കൂടെ ആ ദേവികയാണെന്ന് മാത്രം. ശ്രുതിമോളെയും കൂട്ടി മാഡത്തിന്റെ ഹസ്ബൻഡ് ക്യാൻറ്റീനിൽ ദേവികയും കൂട്ടി ചായ കുടിച്ചോണ്ടിരിക്കുക. ഇത് മിക്കവാറും മാഡത്തിന് നല്ല പണിയാവും. മോള് എന്റെ കൂടെ വരുന്നോ? കുറച്ചുനേരം ആന്റിയുടെ കൂടെ ഇരിക്കാം. ഞാൻ റെഡി. ഡോക്ടർ, കുറച്ചുനേരം ശ്രുതിമോളെ ഞാൻ കൊണ്ടുപോട്ടെ. അപ്പൊ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാണോ? അങ്ങനെ കരുതിയാലും കുഴപ്പമൊന്നുമില്ല. മോള് വാ. അവളിതേ ശ്രുതിമോളെയും കൊണ്ട് പോകുന്നു. എങ്ങോട്ട്? അതറിയില്ല. വയ്ക്കട്ടെ മാഡം.
ചെല്ല്. അങ്കിളെ അങ്കിള് സുഖാണോ? ശ്രുതി മോളുടെ ടീച്ചറുടെ ജോലി ഇന്ന് തന്നെ ഞാനങ്ങ് ഏറ്റെടുത്തു. അങ്കിള് പേടിക്കണ്ട, എന്റെ അച്ഛൻ അങ്കിളിനെ നല്ലപോലെ നോയിക്കോളും. അതെ, ആന്റി മോളെ നോക്കുമ്പോ മോളുടെ അച്ഛൻ അങ്കിളിനെ നോക്കും. അതെ സുധേട്ടാ, ഞാനും മോളും കൂടി ഇവിടേക്ക് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരട്ടെ. വാ വാ മോളെ. ബൈ അങ്കിൾ. ആഹാ, ഇതാരാ ഇത്? മോളെപ്പോഴാ വന്നേ? മോളിപ്പോ വന്നതേ ഉള്ളൂ. അങ്കിളെ, ആന്റി ഇനി എന്റെ ടീച്ചർ. അതെ അച്ഛാ, മറ്റൊരു ജോലി കിട്ടും വരെ ഞാൻ ശ്രുതി മോളുടെ ടീച്ചറുടെ ജോലി ഏറ്റെടുത്തു. ആഹാ, അതേതായാലും നന്നായി മോളെ. മോളെ, ഇത്രയും നല്ലൊരു ടീച്ചറിനെ മോക്ക് വേറെ കിട്ടത്തില്ല, അത് ഉറപ്പാ. ആ മോളെ, ഇന്ന് പകല് മുഴുവൻ ഞാനും വിട്ടിരുന്നു. മോള് വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോകും, എന്നിട്ട് വൈകിട്ട് വന്നാൽ മതി. വേണമെങ്കിൽ മോളെ കൂടെ കൂട്ടിക്കോ. മോള് വരുന്നോ ആന്റിയുടെ കൂടെ? വരാം. എന്നാ പിന്നെ ഞങ്ങള് പോയിട്ട് വരാം. ശരി മോളെ, പോയിട്ട് വാ. വാ. ആ മോളെ, ആ. അച്ഛൻ്റെ കാര്യം പറയാൻ മറന്നു. ബാങ്കിൽ നിന്ന് മാനേജർ പിന്നെയും വിളിച്ചു. പതുക്കെ സൂക്ഷിച്ചു. സാറുമാര് ലോണിന്റെ കാര്യം പറയാനാണോ വന്നേ? ഞങ്ങള് ദേവികയെ ഒന്ന് കാണാനായിട്ടാ പ്രധാനമായിട്ടും വന്നത്. അത് നിങ്ങൾക്കും കൂടി പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ആഹാ, ഇതാര്? ശ്രുതി മോളോ? വാ വാ. ഞങ്ങള് ദേവിക മേഡം വരുന്നതും കാത്തിരിക്കായിരുന്നു. ലോൺ കുടിശ്ശിക അടച്ചല്ലോ സർ. അതല്ല, ഞാൻ നേരിട്ട് കാര്യം പറയാം. ദേവിക മേഡം വീട് വിറ്റുമല്ലേ? ഞങ്ങളെങ്ങനെ അറിഞ്ഞു എന്നാവും? അതൊക്കെ അറിയും. ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം കഴിഞ്ഞ് നല്ലൊരു തുക എന്തായാലും ദേവിക മേഡത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ടാവും. അയ്യോ, എന്നെ മാഡം ഒന്നും വിളിക്കണ്ട. കയ്യിലുള്ള ആ തുക വെറുതെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. അത് ഞങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താ നല്ല പലിശ കിട്ടും. വേണമെങ്കിൽ ആ പലിശ നമുക്ക് ലോണിലേക്ക് അടയ്ക്കാം. പിന്നെ ലോൺ എമൗണ്ട് ഓരോ മാസവും വളരെ കുറച്ചേ വരും. അത് ശരി. അപ്പോ അതാണ് ഈ മാഡം എന്നൊക്കെ വിളിച്ച് എന്നെ ബഹുമാനിച്ചത്. ലോൺ എടുത്തവരോട് ഒരു പെരുമാറ്റം, കുടിശ്ശികയുള്ളവരോട് വേറൊരു തരം പെരുമാറ്റം. പിന്നെ ഇനി ഡെപ്പോസിറ്റ് ചെയ്യാൻ കുറച്ച് കാശ് കയ്യിലുണ്ടെങ്കിൽ അവരോട് ഈ വിനയവും മര്യാദയും. കൊള്ളാം നിങ്ങള് ബാങ്കുകാരുടെ പോളിസി. അതെ, എത്ര പലിശ കിട്ടും സാറേ? സാധാരണ ബാങ്കുകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പലിശ ഞങ്ങളുടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആ, എങ്കിൽ പിന്നെ അതല്ലേ നല്ലത്. ഡിവനെ, ആ പണം ഇവരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് മാസം മാസം പലിശ വാങ്ങിച്ച പോരെ? ആ, അമ്മച്ചി പറഞ്ഞ അതിന്റെ ശരി. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഓഫർ ഉണ്ട്. മാഡത്തിന്റെ കയ്യിലുള്ള ക്യാഷ് ഞങ്ങളുടെ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. ശരി, നിങ്ങളുടെ ബാങ്കിൽ ഞാൻ പണം ഡെപ്പോസിറ്റ് ചെയ്യാം. പകരം നിങ്ങൾ എനിക്ക് എന്ത് ഗ്യാരണ്ടി തരും? ഡെപ്പോസിറ്റിന് സാധാരണ സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. അത് പറ്റില്ല. ബാങ്കിൽ നിന്ന് ഞങ്ങൾ പണം കടം വാങ്ങുമ്പോ നിങ്ങൾ ഞങ്ങളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതി വാങ്ങാറില്ലേ? എന്നിട്ട് അതിന്റെ പകുതി പോലും ലോൺ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? നാളെ നിങ്ങളുടെ ഈ ബാങ്ക് പൊട്ടിപ്പോയില്ലെന്ന് എന്താ ഉറപ്പ്? അല്ല, നാട്ടിലിപ്പോ ഒരുപാട് ബാങ്കുകൾ പൊട്ടിപ്പോകുന്ന കാല. അപ്പൊ പിന്നെ എനിക്ക് എന്റെ പണത്തിന്റെ സെക്യൂരിറ്റി കൂടി നോക്കണ്ടേ? മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? ബാങ്കിന്റെ ഒരു പ്രോപ്പർട്ടി എനിക്ക് ഈ പണത്തിന് പകരമായിട്ട് എഴുതി തന്നാ മതി. ആ, അല്ലെങ്കിൽ വേണ്ട. അഥവാ ഈ ബാങ്ക് പൊട്ടിപ്പോയാ എന്റെ പണം സാറ് തന്നോളാം എന്ന് എഴുതി തന്നാ മതി. അതൊന്നും പറ്റില്ല. ബാങ്കിന് ബാങ്കിന്റേതായ പോളിസികളുണ്ട്.
അത് ബാങ്കിന് മാത്രല്ല എല്ലാവർക്കും ഉണ്ട്. മാഡം ഞങ്ങളെ കളിയാക്കുവാണോ? അയ്യോ, ഒരിക്കലും അല്ല. തൽക്കാലം നിങ്ങളുടെ ബാങ്കിലെ പണം നിക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാഡം അങ്ങനെ പറയരുത്. നിങ്ങളോട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ആശുപത്രിയിൽ ICUയിൽ കിടക്കുന്ന ആളോട് പോലും ലോണിന്റെ കാര്യം സംസാരിക്കാൻ വന്നവരാ നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്കിലെ പണം നിക്ഷേപിക്കുന്ന കാര്യം എനിക്കൊന്നുകൂടി ആലോചിക്കേണ്ടി വരും. മാഡം അത് പിന്നെ അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ. അതങ്ങനെ വെറും ഒരു അബദ്ധമായിട്ട് ഞാൻ കാണുന്നില്ല. എന്തായാലും ഡെപ്പോസിറ്റിന്റെ കാര്യം എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. മാഡം ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഞങ്ങൾ വീണ്ടും വരാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, നീ എന്തു മണ്ടത്തരാടി പെണ്ണെ കാണിച്ചത്? അവര് നല്ല പലിശ തരാന്ന് പറഞ്ഞതല്ലേ? ദേവിക പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇവരോടൊക്കെ ഇങ്ങനെ തന്നെയാ പെരുമാറേണ്ടത്. അല്ല, ഇതിനെന്തിനാ നീ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് മുത്തശ്ശി, എനിക്കൊരു ജോലി കിട്ടിയായിരുന്നു. എന്ത് ജോലി? എത്ര ശമ്പളം കിട്ടും? ഈ ശ്രുതിമോളെ നോക്കുന്നതാ ജോലി. സ്കൂളിലൊരു ടീച്ചറിന് കിട്ടുന്ന ശമ്പളം കിട്ടും. സത്യാണോ മോളെ നീ പറയുന്നത്? അതെ അമ്മ. ദേവി ആന്റി ടീച്ചർ. ആഹാ, അത് കൊള്ളാലോ. മോക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ജ്യൂസ് എടുക്കട്ടെ? വാ. എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറെ ആരുമില്ല. എല്ലാം ദേവിക്കറിയാലോ. രക്ഷിക്കണം. എന്റെ ദേവി, എന്റെ മോനെ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു തന്നേക്കണേ. ഇതാരായി കുട്ടി? മുമ്പ് നിങ്ങളവിടെ കണ്ടിട്ടില്ലല്ലോ. മോളുടെ പേരെന്താ? ശ്രുതി എന്നാ പേര്. ഓ, സുധേട്ടനെ നോക്കുന്ന ഡോക്ടറുടെ മോളാ. എന്റെ ടീച്ചർ ആന്റി. ആഹാ, ആള് പിടിക്കാണല്ലോ. ആട്ടെ, സുധിക്കിപ്പോ എങ്ങനെയുണ്ട്? ഉടനെങ്ങാനും വരുമോ? സുഖായി കഴിഞ്ഞാ ഉടനെ വരും. അന്നത്തെ ആ രംഗം അതിപ്പോഴും കണ്ണിന്ന് മായുന്നില്ല. എന്തായാലും രക്ഷപ്പെട്ടല്ലോ, അത് എന്നെ ഭാഗ്യം. അവന്റെ ജീവൻ തിരിച്ചു തന്നതിന് ദൈവങ്ങളോട് നന്ദി പറയാൻ വന്നതാ. അതേതായാലും നന്നായി. തരുന്നതും തിരിച്ചെടുക്കുന്നതെല്ലാം ഇവിടുന്നല്ലേ. മനസ്സുരുക്കി പ്രാർത്ഥിച്ചോളൂ, ദേവി അനുഗ്രഹിക്കും. ഏട്ടൻ വാ. ഒരു 5 മിനിറ്റ് ഏട്ടൻ ഇവിടെ ഇരുന്ന് TV കാണാം. അപ്പത്തേക്ക് ഞാൻ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. കാക്ക വല്ലതും മലർന്നു പറക്കുന്നുണ്ടോ ആവോ? എവിടെ കൊണ്ടുവച്ചേക്ക? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഹലോ,
മോളെ, അപ്പച്ചിയാ. എന്താ അപ്പച്ചി, കിട്ടിയോ? എവിടെ? വിൽപത്രത്തിന്റെ ഒരു പൊടി പോലും ഈ റൂമിൽ കാണുന്നില്ല. ഞാൻ എല്ലായിടം പരിശോധിച്ചു. അപ്പച്ചി ഒന്നുകൂടി പരിശോധിച്ച് നോക്ക്, അതിനകത്ത് തന്നെ കാണും. ശ്ശോ. പിന്നെ ഡാഡിക്ക് ഒരു സംശയം ഉണ്ടാകാതെ നോക്കണം. പിടിക്കപ്പെട്ട അപ്പച്ചിയുടെ കാര്യം അതോടെ തീരും. മോളെ, ശ്ശോ. ശ്ശോ. കാഞ്ചനെ, അതെ, നീ അന്വേഷിക്കുന്ന സാധനം ഈ മുറിയിലില്ല. അന്വേഷിക്കണ സാധനോ? ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഈ മുറി വൃത്തിയാക്കല്ലേ? അതെനിക്ക് മനസ്സിലായി. മുറി വൃത്തിയാക്കുന്ന കാര്യം നീ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ വിൽപത്രമല്ലേ നീ അന്വേഷിക്കുന്നത്? അതെ. അല്ല, അയ്യോ, ഞാൻ അതൊന്നും അല്ല അന്വേഷിച്ചേ. ഞാനിവിടെ വൃത്തിയാക്കുമായിരുന്നു. ഷോ, എന്തൊരു പൊടിയാ ഇവിടെ. ഇന്ദിരേ, നീ ഏട്ടനെ അങ്ങോട്ട് കൊണ്ടുപോയേ. ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇപ്പൊ അങ്ങോട്ട് വരാം. നിനക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ കാഞ്ചനെ. വിൽപത്രം ലോക്കറിൽ തന്നെ വെക്കാൻ ഞാൻ വക്കീലിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അതിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. കാണണോ നിനക്ക്? ദാ, ഇതുകൂടി അവളോട് വിളിച്ച് പറഞ്ഞേക്ക്. അല്ല, നീ എങ്ങോട്ട് പോണു? അത് ഞാൻ അങ്ങോട്ട്. ഏതായാലും നീ മുറി വൃത്തിയാക്കാൻ വന്നതല്ലേ, ആ ജോലി തീർത്തിട്ട് പോയാ മതി. മര്യാദക്ക് പോയി മുറി വൃത്തിയാക്കടി. ഒന്ന് വേഗം വേണം. ഇനി ഇവിടെ മോള് വരയ്ക്കും. പതിയെ പതിയെ, പുറത്തൊന്നും അകത്ത്. ആഹാ, മോൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാലോ. എന്താ അമ്മേ? മോളിങ്ങോട്ടൊന്ന് വന്നേ. അതാ വരുന്നു. മോളെ, ഈ പിക്ചർ ഒന്ന് വരയ്ക്കേ. ആന്റി ഇപ്പൊ വരാവേ. ശരി ആന്റി. എന്റെ കണ്ണാടി. അയ്യോ എന്റെ ദൈവമേ, ഈ പെണ്ണിന്റെ കണ്ണാടി ഓടിച്ചു. നീ എന്താണ് ഈ കാണിച്ചത്? നിന്നോട് ആര് പറഞ്ഞു എന്റെ കണ്ണാടി എടുക്കാൻ? ഓഹോ, പിന്നെ അയ്യോ അയ്യോ, 4500 രൂപ കൊടുത്ത് മേടിച്ച കണ്ണാടിയാ ഇത്. ഇത് ഞാൻ എങ്ങനെ ശരിയാക്കൂടി? ദേവികേ, ദേവികേ, ദേ മര്യാദക്ക് എനിക്ക് പുതിയ കണ്ണാടി മേടിച്ചു തന്നോണം. വലിയ പണക്കാരന്റെ മോളല്ലേ? അയ്യോടാ. ശ്രുതി മോളെ, മോളെന്തിനാ കരയുന്നേ? അതെ, അവള് കരയുന്നതാണോ നിനക്ക് കുഴപ്പം? അല്ലാതെ എന്റെ കണ്ണാടി പൊട്ടിച്ചതിന് ഒരു കുഴപ്പമില്ല. ഈ നാശം പിടിച്ചവളെ നിനക്ക് എവിടുന്ന് കിട്ടി? മുത്തശ്ശി വെറുതെ അനാവശ്യം പറയല്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണോടി? ദേ കണ്ടില്ലേ എന്റെ കണ്ണാടി 2 കഷ്ണാക്കി. ഓടിച്ചവളെ ശരിയാക്കാ വേണ്ടത്. മുത്തശ്ശി എന്തേ കാണിക്കുന്നത്? അവള് കൊച്ചുകുട്ടിയല്ലേ. മോള് കരയണ്ട കേട്ടോ. കുട്ടിയായാലും വട്ടിയായാലും എനിക്കൊന്നുമില്ല.
മര്യാദക്ക് എന്റെ കണ്ണാടി ശരിയാക്കി തന്നോണം. എന്താ ഇവിടെ ബഹളം? അയ്യോ, മോൾ എന്തിനാ കരയുന്നേ? ദേവികെ, മോക്ക് എന്ത് പറ്റി? കണ്ടില്ലടി എന്റെ കണ്ണാടി പൊട്ടിച്ചത്. ഞാൻ എന്തോ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോയതിനാ ഇവളുടെ ഈ പൂങ്കണ്ണീര്. അത് മോളുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയതായിരിക്കും. അമ്മ എന്തിനാ കുഞ്ഞിനെ വഴക്ക് പറയുന്നത്? കുഞ്ഞാണെങ്കിലേ എടുത്ത് നിന്റെ തലയിലേക്ക് വെച്ചോ. അതിന് ഞാനെന്തോ വേണം? നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് ടീച്ചർ പഠിപ്പിലൊക്കെ വേണമെങ്കിലേ ഇവിടെ വീട്ടിൽ പോയി പഠിപ്പിച്ചോണം. അല്ലാതെ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ ഓരോന്ന് നശിപ്പിക്കാൻ നിന്നേക്കരുത്. മര്യാദക്ക് നീ തന്നെ ഇത് കൊണ്ടുപോയി ശരിയാക്കി തന്നേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇതിനാണോ ഇത്രയും കിടന്ന് ബഹളം വെച്ചത്? മോൾ ഇത് പോകുന്ന വഴിക്ക് ആ കടയിൽ കൊടുത്താൽ മതി, അവര് ശരിയാക്കി തരും. മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. അമ്മമ്മയെ നമുക്ക് ശരിയാക്കാം. മോള് വിഷമിക്കണ്ട കേട്ടോ, ഒരു അബദ്ധം പറ്റിയതല്ലേ. അതെ, ആന്റി ഒരു കാര്യം പറയട്ടെ. തിരിച്ചു പോകുമ്പോ ആന്റി മോളെ പാർക്കിൽ കൊണ്ടുപോകും. ഇഷ്ടായോ? ശ്രുതി മോളെ നിക്ക്, മോളെ ഓടല്ലേ, അവിടെ നിക്കാൻ. ഓടി തളർന്നോ? മോൾക്ക് ഐസ്ക്രീം വേണോ? വേണം. വാ, മോൾക്ക് ഏത് വേണ്ടേ? ബട്ടർ സ്കോച്ച്. അപ്പൊ ഒരു ബട്ടർ സ്കോച്ച്. ശരി.